നന്നായിട്ട് തൊലിയൊക്കെ കറുത്ത് പഴുത്ത 2 പഴവും അതേപോലെ തന്നെ 2 മുട്ടയൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാത്ത നല്ലൊരു പലഹാരം റെഡിയാക്കി എടുക്കാവേ. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടായി കഴിഞ്ഞപ്പോൾ കുറച്ച് കാഷ്നട്ടും അതേപോലെ തന്നെ മുന്തിരിയും കൂടി ഇതേപോലെ ചുമക്ക് ഒന്നും കൂടെ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ്ങിന് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചൂടാക്കി അതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് തേങ്ങയും കൂടി നന്നായിട്ട് തന്നെ ഒന്നും കൂടി ചൂടാക്കി എടുക്കും. ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടി ഏലക്കപ്പൊടിയും അതേപോലെ തന്നെ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ കാഷ്നട്ടിന്റെ മിക്സും കൂടി ചേർത്ത് ശരിക്കും ഒന്നും കൂടെ മിക്സ് ആക്കി അവിടെ മാറ്റി വെക്കാവേ. ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ്ങിന്റെ പരിപാടി ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നന്നായിട്ട് പഴുത്ത പഴം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തും 2 മുട്ടയും അതേപോലെ തന്നെ 1/4 കപ്പ് പാലും കുറച്ച് പഞ്ചസാരയും ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഇതേപോലെ ഒന്നും കൂടെ അടിച്ചെടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഇനി ഇതേപോലെ ഒരു പാനിലേക്ക് ചുറ്റും നെയ്യ് പറ്റിയിട്ട് അടിയിൽ നല്ല കനത്തിലുള്ള ഒരു അപ്പച്ചട്ടി അങ്ങോട്ട് വെച്ച് കൊടുത്ത് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സിന്റെ നേർപ്പകുതിയും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇതേപോലെ ഫില്ലിങ് മുഴുവനായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ബാക്കി മാവ് ഇതേപോലെ ചുറ്റും അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വശമൊക്കെ നന്നായിട്ടൊന്ന് റെഡിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ മുകളിൽ കുറച്ചും കൂടി നെയ്യ് പറ്റിയിട്ട് മറ്റൊരു നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലേക്ക് ഒന്ന് കമത്തി 2 വശം ഒന്നും കൂടി മുരിഞ്ഞു വരുമ്പോൾ കട്ട് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത്ര സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല കിട്ടു ടേസ്റ്റുള്ള ഒരു പലഹാരം തന്നെയാണ്. ഉള്ളിൽ നല്ല മധുരമുള്ള ഒരു ഫില്ലിംഗ് ഒക്കെ വന്നിട്ടുള്ളത് തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കി എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കാം കേട്ടോ.